ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. വീട്ടിൽ സുന്ദരിയും ജാനകിയും ചേർന്ന് സുമംഗലി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിക്കുകയാണ്. അതായത് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കുകയാണ്. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് വാസുവും മേഘയും വന്നത്. അപ്പോൾ മേഘയോട് വാസു പറയാണ്, സമയമായി, പെട്ടെന്ന് പറയാൻ നോക്ക്. പിന്നെ മേഘ തന്നെ പറയാണ്, അമ്മായി തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ജാനകി പറയാണ്, എന്താ മേഘ, പറയൂ മോളെ. മുംബൈയിൽ നിന്നും കുറച്ച് പ്രധാനപ്പെട്ട ക്ലയൻസ് ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ സമയം തന്നാൽ ഞാൻ അമ്മാവനെയും കൊണ്ടുപോയി ആ ക്ലയൻസിൻ്റെ അടുത്ത് പോയി ഒന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ജാനകി വല്ലാതായി, എന്ത് പറയണം എന്നറിയാതെ. എന്നിട്ട് വീണ്ടും പറയാണ്, മേഘ, ഇന്ന് സുമംഗലി പൂജയുണ്ടല്ലോ. എനിക്കറിയാം അമ്മായി. 2 മണിക്കൂറിനകം മീറ്റിംഗ് തീർത്തിട്ട് അമ്മാവനെ തിരിച്ചയക്കാം. അത് കഴിഞ്ഞ് സുമംഗലി പൂജ ആരംഭിച്ചാൽ പോരെ. ജാനകി ചോദിക്കുകയാണ്, മേഘ, വളരെ അത്യാവശ്യമുള്ള മീറ്റിംഗ് ആണോ? അതെ അമ്മായി. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചോദിക്കൂ അമ്മായി. ശരി, വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും സുമംഗലി പൂജ കഴിയും. അതിന് മുമ്പേ എത്താൻ നോക്കണം. അതിന് മുമ്പേ തന്നെ വരുമല്ലോ അല്ലേ? ഉറപ്പായും വരും ജാനകി, നീ ധൈര്യമായിട്ടിരിക്കേ, ഒന്നും പേടിക്കണ്ട. ശരി, എന്നാൽ എന്നെ അനുഗ്രഹിച്ചിട്ട് പോ. അപ്പോൾ തന്നെ വാസു പോയിട്ട് അനുഗ്രഹിക്കുകയാണ്. ഒരു കുറവും ഇല്ലാതെ ദീർഘസുമംഗലിയായിരിക്കും ജാനകി. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവും. അപ്പോൾ ജാനകി കുങ്കുമം എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഈ കുങ്കുമം എൻ്റെ നെറ്റിയിൽ വെച്ചതാ ഏട്ടാ. ഇതൊക്കെ കണ്ട് വെറുപ്പോടെ മുഖം തിരിക്കുകയാണ് മേഘ. ശരി ജാനകി, സമയമായി, ഞങ്ങൾ പോയിട്ട് വരാം. ശരി, പോയിട്ട് വാ. മേഘയും പറയാണ്, എന്നാൽ ശരി, പോയിട്ട് വരാം അമ്മായി. പുറത്തിറങ്ങി വാസു മേഘയോട് പറയാണ്, നമുക്ക് വേഗം പോകാം. അതേസമയം സുന്ദരി മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടുകയാണ്. എന്നിട്ട് സുന്ദരി പറയാണ് മനസ്സിൽ, വീട്ടിൽ നിന്ന് എല്ലാവരും പോയി, അപ്പോൾ ഇതാണ് നല്ല സമയം. ഈ ജാനകിയുടെ കഥ കഴിച്ചിട്ട് തന്നെ കാര്യം. മേഡം, സുമംഗലി പൂജയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്ര പേര് വരും? എപ്പോഴും വരുന്ന 5 പേര് തന്നെയേ വരുള്ളൂ. അവർ എപ്പോൾ വരും? വൈകുന്നേരം ഒരു 4 മണിക്ക് വരും. അപ്പോൾ സുന്ദരി, ശരി മേഡം. അപ്പോൾ സുന്ദരി മനസ്സിൽ നിശ്ചയിക്കുകയാണ്, അവരൊക്കെ വരുന്നതിന് മുമ്പേ നിൻ്റെ കഥ ഞാൻ കഴിക്കും. അങ്ങനെ വാസുവിനെയും കൊണ്ട് മേഘ ജ്യോതിയുടെ അടുത്തേക്ക് പോവുകയാണല്ലോ. അപ്പോൾ സ്ഥലത്തെത്തിയപ്പോൾ വാസു പറയാണ്, മേഘ, എന്തായാലും നന്നായി. നീ പറഞ്ഞതുകൊണ്ട് ജാനകി വിശ്വസിച്ച് നിൻ്റെ കൂടെ എന്നെ അയച്ചു. ജാനകി പറഞ്ഞ സമയത്ത് നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ? ഉറപ്പായിട്ടും പോകാം. അപ്പോൾ മേഘ കുറച്ച് മുന്നോട്ട് നടന്നു. അതിനുശേഷം വാസു പിറകിൽ നിന്ന് വരികയായിരുന്നു. വാസുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. അപ്പോൾ വാസു ഫോൺ എടുത്തിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ തുടച്ചിട്ട് നോക്കുകയാണ്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റുമോ എന്ന്. അതേസമയമാണ് അത് കണ്ട് അടുത്തുള്ള ഒരു കടക്കാരൻ, അതായത് ഒരു പെട്ടിക്കടയാണ്, അയാളുടെ അയൺ ചെയ്യുന്ന ജോലിയാണ് അയാൾക്ക്. അപ്പോൾ ഇയാളെ കണ്ടിട്ട്, വാസുവിനെ കണ്ടിട്ട് ശ്രദ്ധിച്ച് നോക്കുകയാണ്. അയാളെ ഒന്ന് അടുത്തോട്ട് വന്നിട്ട് ഒന്ന് നോക്കുകയാണ്. അയാളുടെ കയ്യിൽ ചന്ദ്രിക കൊടുത്തുവിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരു സഹായം ചെയ്യണം. ആ അപ്പാർട്ട്മെൻറ്റിൽ ഇയാൾ വരികയാണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാമോ? ശരി മോളെ, നമ്പർ തന്നിട്ട് പോയിക്കോ. ശരി. ചന്ദ്രിക അയാൾക്ക് നമ്പർ കൊടുത്തു. ഇയാൾ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിച്ച് പറയണേ. ഞാൻ പറയാം മോളെ. താങ്ക്സ് ചേട്ടാ. അങ്ങനെ വാസുവിനെ കണ്ടതും അയാൾക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അയാൾ ഫോൺ എടുത്തിട്ട് ചന്ദ്രികയെ വിളിക്കുകയാണ്. ചന്ദ്രിക ഫോൺ എടുത്തിട്ട് പറയാണ്, ഇതാരാ, പുതിയൊരു നമ്പറാണല്ലോ. ഹലോ, ആരാ ഇത്? ഞാൻ മണികണ്ഠനാണ് സംസാരിക്കുന്നത്. ചന്ദ്രിക പിന്നെ അറിയാത്തത് കൊണ്ട്, ആ നമ്പർ അറിയാത്തത് കൊണ്ട് പറയാണ്, മണികണ്ഠനോ? ഏത് മണികണ്ഠൻ? ഇസ്തിരിക്കടയിലെ മണികണ്ഠൻ. അന്ന് നമ്പർ തന്നില്ലേ? അന്ന് നമ്പർ തന്നിട്ട് പോയില്ലേ അന്ന് വന്നത്? അപ്പോൾ പറയൂ ചേട്ടാ, മനസ്സിലായി. അന്ന് വന്നപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചില്ലേ? ആ ഫോട്ടോയുള്ള ആൾ ഇവിടെ വന്നാൽ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞു. അതാ ഞാൻ വിളിച്ചത്. ഇപ്പോൾ അയാൾ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ചേട്ടാ, നന്നായിട്ട് കണ്ടിട്ട് തന്നെയാണോ പറയുന്നത്? അയാൾ തന്നെയാണോ? ഒരു സംശയവുമില്ല, അയാൾ തന്നെ. ശരി ചേട്ടാ, വലിയ ഉപകാരം, ഞാൻ നോക്കിക്കോളാം. ശരി. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വാസു അമ്മാവൻ ജ്യോതിയുടെ വീട്ടിലേക്ക് പോയല്ലോ. ഉടനെ സിദ്ധാർത്ഥ് സാറിനെ വിളിച്ച് പറയാം. ചന്ദ്രിക ഫോണെടുത്ത് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ചന്ദ്രിക തന്നെ പറയാണ്, ഇതെന്താ സാറിൻ്റെ ഫോണ് കണക്റ്റ് ആവുന്നില്ലല്ലോ? ഇപ്പം സാറ് ഫോൺ എടുത്തിരുന്നെങ്കിൽ വാസു അമ്മാവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കാമായിരുന്നു. ചന്ദ്രിക വീണ്ടും വിളിക്കുകയാണ്. പക്ഷേ സിദ്ധു സാറ് ഫോൺ എടുത്തില്ല.
പിന്നെ കാണിക്കുന്നത് ജാനകി പൂവ് കെട്ടുകയാണ്. നന്നായിട്ട് പൂവ് മടഞ്ഞ് കെട്ടുകയാണ്. അവിടെ നമ്മളെ സുന്ദരി വന്നിട്ട് നോക്കുകയാണ്, അതായത് അവരെ തീർക്കാനുള്ള ഐഡിയ എന്തെങ്കിലും ഉണ്ടോ എന്ന്. സുമംഗലി പൂജ നടത്താൻ വേണ്ടി ഒരുക്കി വെച്ച മുറിയിൽ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. അതായത് സുന്ദരിക്ക് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുകയാണ്. അവരെ കൊല്ലാനുള്ള വഴി ഏത് രീതിയിലാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചിന്തിച്ചു കൂട്ടുകയാണ്. പിന്നെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയുള്ള ജനലും വാതിലുകളൊക്കെ സുന്ദരി അടച്ചു കൂട്ടുകയാണ്. ജനലും വാതിലുകളും എല്ലാം അടച്ചതിന് ശേഷം സുന്ദരി അടുക്കളയിൽ കയറിയിട്ട് ഗ്യാസ് സിലിണ്ടർ ഓണാക്കുകയാണ്. പിന്നെ സുന്ദരി ഗ്യാസ് സിലിണ്ടർ ഓണാക്കി വെച്ചതിന് ശേഷം പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ജാനകിയെ തന്നെ നോക്കിയിട്ട്, പൂവ് കെട്ടിക്കൊണ്ടിരിക്കുന്ന ജാനകിയെ തന്നെ നോക്കിയിട്ട് പറയാണ്, മേഡം, കത്തിച്ച് വെച്ച വിളക്കൊക്കെ അണിഞ്ഞുപോയി. ഞാൻ എണ്ണയൊഴിച്ച് തിരിയിട്ട് വെച്ചിട്ടുണ്ട്. മേഡം തന്നെ വന്ന് വിളക്ക് കത്തിച്ചാൽ മതി. ശരി ശരി സുന്ദരി, ഞാനിപ്പോൾ തന്നെ ചെന്ന് കത്തിച്ചേക്കാം. പോയിക്കോ. ശരി മേഡം. ജാനകി കെട്ടിയ പൂവൊക്കെ അവിടെ വെച്ചിട്ട് അടുക്കളയിലേക്ക് പോവാണ്. സുന്ദരി പുറത്തേക്കും പോയി. സുന്ദരി പുറത്തിറങ്ങി നിന്നിട്ട് അകത്തെന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കുകയാണ്. സുന്ദരി പുറത്തേക്കുള്ള വാതിലും അടച്ചു. എല്ലാ കതകുകളും അടച്ചതിന് ശേഷം സുന്ദരി പുറത്തിറങ്ങി എഴുന്നിട്ട് ചിന്തിക്കുകയാണ്, ഇനി ഒരല്പസമയത്തിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ എല്ലായിടത്തേക്കും പരക്കും. ജാനകി വിളക്ക് കത്തിക്കുന്നതും കത്തിച്ചാമ്പലാകും. ഞാനിവിടെ നിന്നാൽ ആർക്കെങ്കിലും സംശയം തോന്നും. ഞാൻ കടയിലേക്ക് പോകുന്നത് പോലെ പുറത്തേക്ക് പോയേക്കാം. ചന്ദ്രിക വീണ്ടും പറയാണ് അതേ സമയത്ത്, ഇതെന്താ സിധു സാറിന് കോള് കണക്റ്റ് ആവുന്നില്ലല്ലോ. ഒരുപക്ഷെ റൂമിലുണ്ടാവോ? എന്തായാലും പോയി നോക്കാം. അതേസമയം വാസുവും മേഘയും ജ്യോതിയുടെ വീട്ടിലെത്തി. എന്നിട്ട് പറയാണ്, വരൂ മേഘ, വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് വാസു വിളിക്കുകയാണ്, ജ്യോതി ജ്യോതി ജ്യോതി. അപ്പോഴേക്കും ജ്യോതിയും ജ്യോതിയുടെ സഹോദരനും വന്നു. എന്നിട്ട് പറയാണ്, വരൂ വരൂ മേഘ. അപ്പോൾ മേഘയും പറയാണ്, ഹായ്. ജ്യോതി പറയാണ്, മേഘ, ഈ സുമംഗലി പൂജയിൽ പങ്കെടുക്കാൻ വന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. മേഘ ജ്യോതിയെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ വാസു പറയാണ്, നീ പറഞ്ഞതും ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ മേഘ എൻ്റെ കൂടെ വരികയും ചെയ്തു. ശരി, ഇരിക്ക്, ഞാൻ പോയി എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. മേഘ പറയാണ്, സാറില്ല, വേണ്ട. വാസു, മേഘ, നീ പോയി എടുത്തിട്ട് വാ എന്ന് ജ്യോതിയോട് പറയാണ്. നിങ്ങൾ ഇരിക്ക്. ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ പോയി എടുത്തിട്ട് വരാം. ചേട്ടനെ അവരുടെ കൂടെ സംസാരിക്കാനായി അവിടെ ഇരുത്തി. എന്നിട്ട് ജ്യോതി കുടിക്കാനെടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവാണ്. ജ്യോതിയുടെ സഹോദരനോട് വാസു ചോദിക്കുകയാണ്, എന്താ അളിയാ, സുഖല്ലേ? സുഖമായിരിക്കുന്നു. അതേസമയം ഇവിടെ ജാനകി വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവാണ്. ജാനകി തീപ്പെട്ടിയെടുത്ത് പതിയെ അതിൽ നിന്നും ഒരു കൊള്ളി എടുക്കുകയാണ്. അതേസമയം ഗ്യാസ് ലീക്കായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ജാനകി 3-4 തവണ തീപ്പെട്ടി കൊള്ളിയിൽ വരച്ചു, പക്ഷേ 3-4 തവണ കത്തിയില്ല. അതിനുശേഷമാണ് ചന്ദ്രിക അവിടെ എത്തിയത്. അപ്പോൾ ചന്ദ്രിക എത്തിയതും ജാനകിയുടെ കയ്യിൽ നിന്നും തീപ്പെട്ടി തട്ടി മാറ്റുകയാണ്. ജാനകിക്ക് ചന്ദ്രികയോട് നല്ല ദേഷ്യം വരികയാണ്. അതേസമയം ചന്ദ്രിക ഒന്ന് സ്മെല്ല് ചെയ്യാണ്. എന്നിട്ട് ചന്ദ്രിക അമ്മായിയോട് പറയാണ്, എന്താ അമ്മായി ഇത്, വീട് മുഴുവൻ ഗ്യാസിൻ്റെ മണാ. അത് ശ്രദ്ധിക്കാതെയാണോ തീപ്പെട്ടി കത്തിക്കുന്നത്? ജാനകിക്കും മനസ്സിലായി നല്ല സ്മെല്ലുണ്ട്. അതേസമയം ചന്ദ്രിക അടുക്കളയിലേക്ക് പോവാണ്. ചന്ദ്രിക അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോൾ ഗ്യാസിൻ്റെ വയറ് തന്നെ ഊരിയിട്ടിരിക്കുകയാണ്. അയ്യോ, എന്താ ഇത്, ഊരിയിട്ടിരിക്കുകയാണോ? ചന്ദ്രിക അതെടുത്ത് നോവിൽ കുത്തുകയാണ്. എന്നിട്ട് ചന്ദ്രിക വന്ന് ജാനകി അമ്മായിയോട് പറയുകയാണ്, അടുക്കളയിൽ ഗ്യാസിൻ്റെ ട്യൂബ് തന്നെ ഊരിക്കിടക്കായിരുന്നു, അതാണ് ഗ്യാസ് ലീക്കായത്. അമ്മായി അതുപോലെ ശ്രദ്ധിക്കാതെ തീപ്പെട്ടി കത്തിക്കാൻ പോകുന്നു. ഇപ്പോൾ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയോ? അല്ല, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. നീയായിട്ട് വീട്ടിനുള്ളിൽ കയറി വന്നിട്ട് ഗ്യാസിൻ്റെ സ്മെല്ല് ഉണ്ടെന്ന് പറയുന്നു. നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തോ നിന്നെ തന്നെ സംശയം തോന്നുന്നത്. എന്തൊക്കെയാ അമ്മായി പറയുന്നേ? പിന്നെ അതെങ്ങനെയാ ചന്ദ്രികയെ കൃത്യസമയത്ത് തന്നെ വിളക്ക് കത്തിക്കുന്ന സമയം നോക്കിയിട്ട് രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നേ? അമ്മായി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അമ്മായിയെ കാണാനല്ല വന്നത്. കള്ളം പറയരുത്. ഞാൻ കള്ളമല്ല അമ്മായി പറയുന്നേ. ഞാൻ അരമണിക്കൂറോളം ആയി സിധു സാറിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ട് കണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തോട് പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, അതെന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം? അമ്മായി, അതിപ്പോൾ അമ്മായിയോട് പറയാൻ പറ്റില്ല. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നീ കള്ളാണ് പറയുന്നതെന്ന്. നീ അത്രയ്ക്ക് സത്യസന്ധയാണെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എന്താ കാര്യമെന്ന് പറയാലോ. അപ്പോൾ ഞാൻ പറയുന്നതല്ലേ സത്യം? ചന്ദ്രിക അപ്പോൾ എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ്. അമ്മായി, ഞാൻ പറയുന്നതാ സത്യം. പണം വെച്ച് വന്നതല്ല. പക്ഷേ കാര്യം ഇപ്പോൾ അമ്മായിയോട് പറയാനും പറ്റില്ല. ഞാൻ അമ്മായിക്കത് സഹിക്കാനാവില്ല. സഹിക്കാതിരിക്കാൻ മാത്രം അത്രയ്ക്ക് എന്ത് കാര്യമുള്ളത്?
അച്ഛൻ ചെയ്ത ദ്രോഹമൊക്കെ സഹിച്ചവളല്ലേ ഞാൻ. അപ്പോൾ സഹിക്കാൻ പറ്റില്ലേ? എന്താ കാര്യമെന്ന് മര്യാദയ്ക്ക് അങ്ങ് പറയും. അപ്പോൾ ചന്ദ്രിക വിഷമത്തോടെ വിളിക്കുകയാണ്, അമ്മായി ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ അച്ഛനമ്മമാരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കരുത്. അങ്ങനെയേ സംസാരിക്കൂ. അവർ മോശം തന്നെയാണ്. അവർക്ക് ജനിച്ച നീയും മോശപ്പെട്ടവൾ തന്നെയായിരിക്കും. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഭർത്താവിൻ്റെ മേൽ കള്ളക്കുറ്റം ആരോപിച്ചവരല്ലേ നിങ്ങൾ. എൻ്റെ ഭർത്താവ് തനി തങ്കമാ. അദ്ദേഹത്തെ നിന്റെ അച്ഛൻ കുറ്റപ്പെടുത്തിയില്ലേ? അതിലും വലിയൊരു പാവം പിന്നെ എന്താ ചെയ്യാനുള്ളത്? ചന്ദ്രിക എന്ത് പറയണം എന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഒടുവിൽ പറയാണ്, അമ്മായി ഒന്ന് നിർത്താമോ? അടിക്കടി ഇങ്ങനെ നിങ്ങളുടെ ഭർത്താവ് തങ്കമാണ്, നല്ലവനാണ് എന്ന് പറയുന്നത് നിർത്ത്. നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. വാസു അമ്മാവനും ജ്യോതിയായിട്ട് ബന്ധമുണ്ടെന്ന് അന്നേ പറഞ്ഞതാ. അത് ആരും വിശ്വസിച്ചില്ല. എന്നാൽ ഇന്ന് ആ ജ്യോതിയുടെ വീട്ടിൽ നടക്കുന്ന സുമംഗലി പൂജയിൽ പങ്കെടുക്കാനായി വാസു അമ്മാവൻ പോയിരിക്കാം. അത് കേട്ട് ജാനകി ഞെട്ടുകയാണ്. ഇപ്പോൾ വാസു അമ്മാവൻ അവിടെ തന്നെയുണ്ട്. അത് പറയാനാണ് ഞാൻ സിദ്ധു സാറിനെ തേടി വന്നത്. എന്തായി പറയുന്നത്? ജാനകി ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക, ഞാൻ പറയുന്നത് അമ്മായിക്ക് വിശ്വാസമായില്ലെങ്കിൽ അമ്മായി എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. അല്ല, നീ കള്ളാണ് പറയുന്നത്. എൻ്റെ ഭർത്താവ് അങ്ങനെയുള്ള ഒരാളല്ല. അമ്മായിക്ക് അദ്ദേഹത്തോടുള്ള വിശ്വാസത്തെ അദ്ദേഹം മുതലെടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് കള്ളാണെങ്കിൽ അമ്മായിക്ക് എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തരാം. എന്നാൽ ഞാൻ പറഞ്ഞത് 100% സത്യ. അമ്മായിക്കത് വിശ്വാസമാകണമെങ്കിൽ എൻ്റെ കൂടെ വന്ന് അമ്മായി അത് കാണണം. ഇക്കാര്യം അമ്മായിയോട് പറയണ്ട എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അമ്മായി എന്നെക്കൊണ്ട് പറയിച്ചതാ. വാസു അമ്മാവൻ എങ്ങനെയുള്ള ആളാണെന്ന് അധികം വൈകാതെ തന്നെ അമ്മായി മനസ്സിലാക്കും. അമ്മായി എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രിക നടക്കുകയാണ്. അതേസമയം ഇവിടെ സുമംഗലി പൂജ നടക്കുകയാണ്. അതായത് ജ്യോതിയും വാസുവും അതുപോലെ തന്നെ ജ്യോതിയുടെ സഹോദരനും മേഘയും ഒക്കെ ചേർന്ന് കൊണ്ട് സുമംഗലി പൂജ ഇവിടെ നടക്കുകയാണ്. പൂജ കഴിഞ്ഞതിന് ശേഷം അതായത് ജ്യോതി സിന്ദൂരം എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. അതെല്ലാവരും നെറ്റിയിൽ വെക്കുകയാണ്. അപ്പോഴാണ് മേഘയ്ക്ക് ഒരു കോള് വരുന്നത്. സോറി, ഒരു പ്രധാനപ്പെട്ട കോളാണ്, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ശരി എന്ന് പറയാണ് ജ്യോതി. വാസുവും പറയാണ്, സംസാരിക്കേ. പിന്നെ അതിൽ നിന്ന് കുങ്കുമത്തിൻ്റെ പെട്ടിയെടുത്ത് ജ്യോതി വാസുവിന് കൊടുത്തിട്ട് പറയാണ്, ഇനി എനിക്ക് കുങ്കുമം തൊട്ട് തരൂ. അപ്പോൾ വാസു അതായത് ജ്യോതിയുടെ സഹോദരനെ നോക്കി ചിരിക്കുകയാണ്. അയാൾ പറയാണ്, തൊട്ട് കൊടുക്ക്. വാസു അതിൽ നിന്ന് കുങ്കുമം എടുത്ത് അവൾക്ക് തൊട്ട് കൊടുക്കുകയാണ്. അതേസമയം ജാനകിയും ചന്ദ്രികയും അവിടെ എത്തുകയും ചെയ്തു. ജാനകിയുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് കുങ്കുമം തൊട്ട് കൊടുക്കുന്നത്. സിന്ദൂരം തൊട്ട് കൊടുത്തതിന് ശേഷം ജ്യോതിയെ നോക്കി ചിരിക്കുകയാണ് വാസു. ജാനകിക്ക് ജാനകിയുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അത് കഴിഞ്ഞ് ജ്യോതി വാസുവിൻ്റെ കാലിൽ തൊട്ടിട്ട് പറയാണ്, എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ വാസു എടുത്ത് പൊന്തിച്ചിട്ട് പറയാണ്, ഏയ് ഒരു കുറവും ഇല്ലാതെ ദീർഘസുമംഗലിയായിരിക്കട്ടെ. ജാനകി അത് കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് വാസു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജാനകിയെ കാണുകയാണ്. അതുപോലെ തന്നെ ജ്യോതിയും കാണുകയാണ്. അപ്പോഴാണ് കോള് കഴിഞ്ഞ് മേഘ അവിടേക്ക് എത്തിയത്. മേഘയും ആ രംഗം കാണുകയാണ്. ജാനകി അടുത്ത് പോയിട്ട് പറയാണ്, എന്താ ഇതൊക്കെ? എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ വയ്യ. എന്നോട് നിങ്ങൾ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തല്ലോ. അപ്പോഴാണ് വാസു വന്നിട്ട് കാല് പിടിച്ച് പറയുന്നത്, ജാനകി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കരുത് എന്ന് പറഞ്ഞ് ജാനകി അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി തല്ലുകയാണ്. ജ്യോതി പറയാണ്, എന്തിനാ അദ്ദേഹത്തെ അടിച്ചത്? മര്യാദയ്ക്ക് പുറത്തു പോ. അപ്പോൾ ചന്ദ്രിക ഓടി വന്നിട്ട് പറയാണ്, ഏയ് ആരെയാടി പുറത്തു പോകാൻ പറയുന്നേ? ജ്യോതിയെ ചന്ദ്രിക തല്ലി താഴെയിട്ടു. അത് ബാക്കിയുള്ളവരൊക്കെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.